നമസ്കാരം. മാലയോഗം ഭാഗം 22. എത്ര പെട്ടെന്നാണല്ലേ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഥ എങ്ങും എത്തിയിട്ടില്ല. ഉണ്ണിമായ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. എനിക്കും പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടോ? മാലയോഗത്തിൻ്റെ 22-ാം ഭാഗം വായിക്കുകയാണ്. ആ ലെറ്റർ ഇങ്ങ് തന്നേക്കൂ. അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ. മൂവരും പിന്നാമ്പുറത്തേക്ക് ചെന്നതും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവളെ കണ്ടതും ഇനി എന്ത് എന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കി. യാന്ത്രികമായി നിന്നുകൊണ്ട് കവിത അതവൾക്കു കൈമാറി. ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അവളുടെ വിറക്കുന്ന അധരങ്ങളിൽ വേദന നിഴലിച്ചു. നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലേക്കാണ് ഉണ്ണിമായുടെ യാത്ര. നഷ്ടങ്ങളുടെ ഏടുകളിൽ ഇതൊന്നുകൂടെ. എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച വിനയാണ്. അത് ഓരോന്നായി ഞാൻ അനുഭവിച്ചേ മതിയാകൂ. ലെറ്റർ മടക്കി അവൾ കയ്യിൽ പിടിച്ചു. ഇനി എന്താണ് നിന്റെ പ്ലാൻ? നിമിഷ അവളുടെ അരികിലേക്ക് നിന്നു. ഞാൻ പ്ലാൻ ചെയ്തതല്ല എൻ്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചത്. ഞങ്ങളെ രണ്ടാളെ അച്ഛന്മാർ നഷ്ടപ്പെട്ടതോടെ ജീവിതം പൂർണ്ണമായും ഇരുട്ടിലായി. അതിൽ നിന്നൊക്കെ കരകയറി കൂടപ്പിറപ്പുകൾക്കും അമ്മയ്ക്കും താങ്ങും തണലാവാൻ നോക്കുമ്പോൾ വീണ്ടും ഇരുട്ടിൻ്റെ അഗാധഗർത്തത്തിലേക്ക് പതിച്ചു. ഇനി എത്ര സഞ്ചരിച്ചാലാണ് ജീവിതത്തിൽ ഒരു കരകയറ്റം ഉണ്ടാവുക? അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഉണ്ണിമായ ഒരു നിമിഷം ദീർഘനിശ്വാസം എടുത്തുവിട്ടു. മനസ്സിലുള്ളതൊക്കെ സംസാരിച്ചു. അവളുടെ മനസ്സിൻ്റെ ഭാരം കുറയട്ടെ എന്നും കൂടെയുള്ളവരും ചിന്തിച്ചു. എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാവം എൻ്റെ അമ്മ. ഈ നശിച്ച ഞാൻ കാരണമല്ലേ? എൻ്റെ ബുദ്ധിമോശം കാരണമല്ലേ? അവളുടെ മിഴികൾ വീണ്ടും അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. നിന്റെ വേദനയെ ചെറുതായിട്ട് കാണുന്നതല്ല. എങ്കിലും പറയുക, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട. നിന്റെ തെറ്റിന് അമ്മ നിനക്ക് മാപ്പ് തരും. അമ്മ ആഗ്രഹിച്ച പോലെ നീ ജീവിക്കണം. നിമിഷ അവളുടെ ഇരുകരങ്ങളും കവർന്നു അവളുടെ നെറുകയിൽ തലോടി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും ജോലിക്കാരി വന്ന് കതക് തുറന്നപ്പോൾ കണ്ടത് വെങ്കിടേഷിനെയും ഭാര്യ ഭാഗ്യയെയുമായിരുന്നു. അമ്മയുടെ അകത്ത് കയറാതെ ഭാഗ്യക്കരികിൽ നിന്നുള്ള വെങ്കിടിയുടെ ചോദ്യത്തിന് ജോലിക്കാരി പിറകിലേക്ക് നോക്കിയതും കണ്ടു കയ്യിലുള്ള വട്ടക്കണ്ണട സാരി തലപ്പ് കൊണ്ട് തുടച്ച് കണ്ണിന് മുകളിലേക്ക് വെച്ച് വന്നവരെ നോക്കുന്ന സുബ്ബലക്ഷ്മിയെ. വെങ്കിടിയെയും ഭാഗ്യയെയും കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖത്ത് ഗൗരവമേറി. അവർ വന്നത് ഗൗനിക്കാതെ സുബ്ബലക്ഷ്മി മുറിയിൽ പോയിരുന്നു. ഭാഗ്യയുടെ കൈയും പിടിച്ച് മുഖത്തൊരു ചിരിയും തൂക്കി വെങ്കിടി അമ്മ പോയ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. ചോദ്യഭാവത്തിൽ അവർ ഇരുവരെയും നോക്കി. അവനെവിടെ അമ്മേ? മുകളിലെ മുറിയുടെ വാതിലിലേക്ക് നോക്കിയിട്ട് യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിൽക്കുന്ന വെങ്കിടിയെ കണ്ടതും അവർക്ക് അരിശം തോന്നി. നീ എന്താ എന്നെ കളിയാക്കുന്ന? മലയാളം പഠിച്ചു പറയുന്നത് കൊണ്ട് തന്നെ സുബ്ബലക്ഷ്മിയുടെ സംസാരത്തിൽ ആ പോരായ്മ മുഴച്ചു നിൽക്കും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിക്കിയെ ചോദിച്ചതിനാണോ ഈ ദേഷ്യം? വെങ്കിടി ഓടിച്ചെന്ന് മുറിയിൽ ബെഡിൽ പുറംതിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ പുറകിലൂടെ വാരി പുണർന്നു കവിൾത്തടം അവരുടെ തോളിൽ വെച്ചു. സുബ്ബലക്ഷ്മിയുടെ നെഞ്ചം വിങ്ങി കണ്ണീർ പൊട്ടി ഒഴുകാൻ വെമ്പി വന്നു നിന്നെങ്കിലും അവരത് വേഗത്തിൽ തുടച്ചു. തോറ്റു കൊടുക്കാനുള്ള വിമ്മിഷ്ടത്തോടെ നിന്നു. ഒന്നും മിണ്ടാതെ ചുരിദാർ ഷോളിൻ്റെ അറ്റം ചുറ്റി വലിച്ച് തിരിച്ചും ഭാഗ്യ വാതിലിനരികിൽ നിന്നു. സുബ്ബലക്ഷ്മിയുടെ സമ്മതമില്ലാതെയാണ് വെങ്കിടി ഭാഗ്യയെ വിവാഹം ചെയ്തത്. വലിയൊരു കലാപ വിവാഹമായിരുന്നു അവരുടേത്. കോളേജിൽ വെങ്കിടിയുടെ 2 വർഷം സീനിയറായിരുന്നു ഭാഗ്യ. എന്ന് വെച്ചാൽ വെങ്കിടിയേക്കാൾ 2 വയസ്സ് മൂത്തതാണ് ഭാഗ്യ. സുബ്ബലക്ഷ്മിയുടെ എതിർപ്പിന് കാരണം വയസ്സേറിപ്പോയി എന്നതായിരുന്നുവെങ്കിൽ ഭാഗ്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടി അറിഞ്ഞപ്പോൾ അവർ തീർത്തും വെങ്കിടിനെ കൈയൊഴിഞ്ഞു. അമ്പലാങ്കണത്തിലും പൂരപ്പറമ്പിലുമൊക്കെ ഇടയ്ക്ക കൊട്ടി ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു അത്താഴപ്പട്ടിണിക്കാരൻ പൊതുവാളിൻ്റെ മകളാണ് ഭാഗ്യ എന്ന് പറഞ്ഞായിരുന്നു സുബ്ബലക്ഷ്മിയുടെ അടുത്ത അംഗം. സുബ്ബലക്ഷ്മിയുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ
തോറ്റു മടങ്ങേണ്ടി വരുമെന്നായപ്പോൾ വിഘ്നേഷ് മുന്നിട്ടിറങ്ങി വെങ്കിടിയുടെയും ഭാഗ്യയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ആരതി ഒഴിഞ്ഞു ഭാഗ്യത്തെ വീട്ടിലേക്ക് കയറ്റിയതും വിഘ്നേശായിരുന്നു. അതിൻ്റെ അമർഷം കൂടെ സുബ്ബലക്ഷ്മിക്ക് വിഘ്നേഷിനോടും വെങ്കിടേഷിനോടും ഉണ്ടായിരുന്നു. സുബ്ബലക്ഷ്മി ഭാഗ്യത്തിൻ്റെ ഓരോ പ്രവൃത്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചു. ഇല്ലാ കഥകൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. അവർ എല്ലാവരോടുമുള്ള വിരോധം പല രീതിയിൽ അവളോട് തീർത്തു. വെങ്കിടിയോടൊത്തുള്ള ജീവിതം കൊതിച്ചു ഭാഗ്യ എല്ലാം സഹിച്ചു. ഇരുവർക്കും ഒരു മകൾ ജനിച്ചിട്ട് പോലും സുബ്ബലക്ഷ്മി ആ കുഞ്ഞിനെ താലോലിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ വെങ്കിടി ഇല്ലാത്തൊരു ദിവസം പൊതുവാൾ തറവാട്ടിൽ വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് സുബ്ബലക്ഷ്മി അവരെ വഴക്കു പറഞ്ഞു. മനം നൊന്തു ഇറങ്ങിപ്പോയ അച്ഛൻ്റെ മുഖം കണ്ട് അന്ന് ആദ്യമായി ഭാഗ്യത്തിന് സുബ്ബലക്ഷ്മിയോട് അടങ്ങാത്ത വെറുപ്പ് തോന്നി. സുബ്ബലക്ഷ്മിയോട് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി. നിയന്ത്രണം വിട്ട് ഭാഗ്യ അവരെ തല്ലി. അന്ന് ഇറങ്ങിപ്പോയതാണ് രണ്ടാളും. മാസങ്ങൾക്കിപ്പുറം ഇന്നലെ വിഘ്നേഷും സമുദ്രയും അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വിവാഹ തീയതി ഉറപ്പിക്കാൻ പോവാണ്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടില്ല. തറവാട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ വേണ്ടേ? അമ്മയോടുള്ള പിണക്കം മാറ്റണം. ദിനം പ്രതി അമ്മക്ക് വയ്യാതാവുകയാ. ഒരു നേരത്തെ അമർഷം കൊണ്ടുണ്ടായ വിവേകമില്ലായ്മയിൽ സംഭവിച്ചതാണെങ്കിലും ഭാഗ്യ ചെയ്തത് തെറ്റ് തന്നെയല്ലേ എന്ന വിക്കിയുടെ ചോദ്യത്തിന് ആർക്കും മറുപടിയില്ലായിരുന്നു. എല്ലാം മറന്നതുപോലെയുള്ള നിന്റെ ഈ അഭിനയം അമ്മക്ക് മനസ്സിലാകില്ലെന്ന് കരുതണ്ട. സുബ്ബലക്ഷ്മി അവനെ രൂക്ഷമായി നോക്കി. അപ്പോഴേക്കും ജോലിക്കാരി ട്രേയിൽ 2 പേർക്കുള്ള ജ്യൂസായി വന്നു. വാതിലിനരികിൽ നിൽക്കുന്ന ഭാഗ്യയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തതിനു ശേഷം 2ാമത്തെ ഗ്ലാസും വെച്ച് അവർ മുറിയിലേക്ക് കയറി ചെന്നു. ജ്യൂസ് ഗ്ലാസ് വെങ്കിടിക്ക് കൊടുക്കുന്നത് നോക്കവേ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എടാ, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചെന്ന് അമ്മയോട് മാപ്പ് പറയടി. ആദ്യം സൗമ്യതയിലായിരുന്ന വെങ്കിടിയുടെ ശബ്ദം പൊടുന്നനെ ഉയർന്നു. വെങ്കിടിയുടെ പെരുമാറ്റത്തിൽ കണ്ട മാറ്റത്തിൽ ഭയന്ന് നിൽക്കുന്ന ഭാഗ്യത്തെ നോക്കി സുബ്ബലക്ഷ്മി കാണാതെ അവൻ കണ്ണുറുക്കി. അവളുടെ നിലച്ചെന്ന് തോന്നിയ ശ്വാസം നേരെയായത് അപ്പോഴായിരുന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയത് അമ്മേ, മാപ്പ്. അവൾ ഭയത്തോടെ വന്ന് സുബ്ബലക്ഷ്മിയുടെ കാൽ തൊടാൻ നിന്നതും അവർ കാൽ പിൻവലിച്ചു. എന്നോടാരും മാപ്പും കോപ്പും പറയണ്ട. ഇത്രയും നാളും നീയും ഇവളും എവിടെയായിരുന്നു? സുബ്ബലക്ഷ്മി കിതപ്പോടെ ചോദിച്ചു. ഞാൻ വയ്യാതിരുന്നിട്ട് പോലും വരാത്തവരിപ്പോൾ ഇങ്ങോട്ട് വന്നതിൽ എന്താ ദുരുദ്ദേശമുണ്ട്? എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാൻ വന്നതല്ലേ നീയും പൊണ്ടാറ്റിയും? ഹാ ഭലേ പേഷ്, നമ്മുടെ അമ്മ എപ്പോഴോ CBI ചേർന്നതാണ്. ചോദ്യമഴയാണല്ലോ. ഉറക്കെ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നു വരുന്നവൻ്റെ നേർക്കായി എല്ലാവരുടെയും നോട്ടം. ഒന്നും പറയണ്ട എൻ്റെ ഏട്ടാ, വന്നപ്പോൾ തുടങ്ങിയതാ ഈ എയറുപിടുത്തം. പാവം ഞാനും എൻ്റെ ഭാര്യയും. പറയുന്നതിനിടെ വെങ്കിടി സുബ്ബലക്ഷ്മിയുടെ അരക്കെട്ടിലൊന്ന് തോണ്ടി. അവർ അപ്പാടെ അവനെ പിടിച്ച് തള്ളിയിടുകയും ചെയ്തു. അതോടെ വിഘ്നേഷും അനിയൻ്റെ അരികിൽ അമ്മയ്ക്കടുത്തായിരുന്നു. അത് ശരി, ഇങ്ങനെ കാണിക്കാനായിരുന്നോ എൻ്റെ മോനെ കാണാൻ തോന്നുന്നെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് മൂക്ക് വലിച്ചിരുന്നത്? പറഞ്ഞു തീരും മുമ്പ് വിക്കി സുബ്ബലക്ഷ്മിയുടെ തോളിൽ ഒരു കടി. അപ്പം നീയാണോ ഇവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? സുബ്ബലക്ഷ്മി ചോദിച്ചതും വെങ്കിടി അവരുടെ കയ്യിൽ പിടുത്തമിട്ടു. അതെന്നാ അമ്മേ, അവൻ വിളിക്കണോ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ? ഇനി അമ്മയെ വിട്ട് ഞങ്ങളെങ്ങും പോകില്ല. വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ പോകുമ്പോൾ ചെക്കൻ്റെ അനിയൻ എന്തിയെന്ന് ബന്ധുക്കൾ കേട്ടാ? അമ്മ എന്നെ ചൊല്ല പോറേ. വെങ്കിടി ഒരു പുരുകം മാത്രം പൊക്കി തിരക്കിയപ്പോൾ സുബ്ബലക്ഷ്മി അപ്പോഴേ ചിന്തയിലാണ്ടു. 2 ആൺമക്കളും ഒരു കുഞ്ഞിനെപ്പോലെ അമ്മയോട് കുസൃതി കാണിക്കുന്നത് നോക്കി ഭാഗ്യ അരികിൽ തന്നെ നിന്നു. പ്രായാധിക്യം കൊണ്ടുള്ള അവശതകൾ മൂലം അവർ ആകെ ക്ഷീണിച്ചിരുന്നു. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങോട്ട് പറയുന്ന പ്രകൃതമാണ് സുബ്ബലക്ഷ്മിക്ക്. ഇനി ബാക്കിയുള്ള ഈ ജീവിത സായാഹ്നം അവരുടെ ഇഷ്ടത്തോടൊപ്പം ആവട്ടെ എന്നാണ് മൂവരും തീരുമാനിച്ചിരിക്കുന്നത്. വിക്കിയുടെയും വെങ്കിടിയുടെയും അച്ഛൻ കച്ചവടത്തിന് തമിഴ്നാട്ടിൽ പോയപ്പോൾ കണ്ടുമുട്ടി കല്യാണം കഴിച്ചതാണ് ഈ തിരുനെൽവേലിക്കാരി സുബ്ബലക്ഷ്മിയെ. വെങ്കിടി അവളോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തു ഭാഗ്യ ഒരു
നെടുവീർപ്പോടെ ചുമരിൽ ചാരി നിന്നു. ദിവസങ്ങളും മാസങ്ങളും കാലചക്രത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് കടന്നുപോയി. രാവും പകലും മാറി വരുന്നത് അറിയാതെ രണ്ട് അനാഥ ജീവനുകൾ ആ കുടിലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. അന്നേ ജീവനെടുക്കാൻ തനിക്ക് ധൈര്യം തോന്നിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അമ്മ ജീവിച്ചിരുന്നേനെ. ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധത്തിൽ വെന്തുരുകി ഉണ്ണിമായ അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിഷ്ണു റിമാൻഡിലാണ്. അവൻ്റെ ശിക്ഷ ഇപ്പോഴും കോടതി വിധിച്ചിട്ടില്ല. ജോസൂട്ടിക്ക് എൽദോസ് അവൻ്റെ ഫാക്ടറിയിൽ ജോലി തരപ്പെടുത്തി കൊടുത്തു. ഇതിനിടയിൽ ഭരതനുമായി ആതിര നമ്പ്യാരുടെ മൂത്ത മകളെ കല്യാണം ആലോചിച്ചെങ്കിലും ഭരതൻ അത് എതിർത്തു. ഭാമിനി മരിച്ചതിൽ പിന്നെ അപ്പു സ്കൂളിൽ പോയിട്ടില്ല. എത്ര നിർബന്ധിച്ചിട്ടും അവൻ സ്കൂളിൽ പോവാൻ കൂട്ടാക്കിയില്ല. ഉണ്ണിമായ്ക്കും അപ്പുവിനും കഴിക്കാനുള്ള ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കവിത അങ്ങോട്ട് വന്നു. കവിതയാണ് ഈ നാളുകളിൽ അത്രയും അവർക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. മുൻജന്മത്തിൽ ഇവർ കൂടപ്പിറപ്പുകളായിരുന്നിരിക്കാം. കവിതയെ നോക്കി കാർത്തു പറയുമായിരുന്നു, കവിതേ, ഞാൻ ഇവിടുന്ന് പോവുക. കുളത്തിനരികിലുള്ള അലക്ക് കല്ലിൽ വെച്ച് തുണിയിൽ സോപ്പ് തേക്കുന്നവളെ നോക്കി ഉണ്ണിമായ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. പോവേ? എങ്ങോട്ട്? ഇത് കേട്ടതും കവിത തുണി അവിടെ ഇട്ട് കയ്യിലെ സോപ്പ് പത കുളത്തിൽ മുക്കി കഴുകി ആശങ്കയോടെ അവൾക്കരികിലേക്കെത്തി. എറണാകുളത്തേക്ക് തന്നെ. എനിക്ക് വയ്യടി ഇവിടെ. അമ്മ പോയ പിറ്റേന്ന് തന്നെ ഞാൻ ഈ നാട് ഉപേക്ഷിക്കാൻ നിന്നതാ. പക്ഷേ നിന്നെ ഓർത്താ ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. ആ നിന്നെ ഓർത്തു തന്നെയാ ഇപ്പം ഞാൻ പോകുന്നതും. ഞങ്ങളിവിടെ നിന്നാൽ നിനക്കതൊരു ബാധ്യതയാകും, ഉണ്ണിമായ കണ്ണീരൊഴുക്കി പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞോ? നീരസത്തോടെ കവിത അവളുടെ മുഖം വീർപ്പിച്ചു. എന്ന് നീ പറയോ? അതല്ലേ എൻ്റെ വിഷമം. ആവശ്യത്തിന് പ്രശ്നങ്ങൾ നിൻ്റെ തലയിലില്ലേ? അതിനിടയിൽ ഇനി ഞങ്ങളും കൂടെ. അത് വേണ്ട. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും അപ്പുവും ഈ കുന്നിമണി ഗ്രാമം വിട്ടു പോകുകയാണ്. നീ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കാതിരുന്നാൽ മതി. അരമതിലിൽ നിന്ന് ഉണ്ണിമായ എഴുന്നേറ്റു. നിന്റെ ആഗ്രഹം ഞാൻ മുടക്കുന്നില്ല. ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ. മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞ ഉണ്ണിമായുടെ കൈത്തണ്ടയിൽ കവിത പിടുത്തമിട്ടു. നീ ഇവിടുന്ന് പോയാൽ നിന്റെ ആള് തനിച്ചാവില്ലേ? ഒരു ചെറുമന്ദസ്മിതത്തോടെ ഉണ്ണിമായ തിരക്കി. അതിൻ്റെ ധ്വനി മനസ്സിലാക്കി കവിത തലകുനിച്ചു. അതേ, പറയാനുള്ളത് മൂടിക്കെട്ടിയിരുന്നാലേ ആളെ നല്ല പെൺപിള്ളേർ കൊത്തിക്കൊണ്ടുപോകും. ചെറിയമ്പ്യാർക്ക് ഈ നാട്ടിൽ പെണ്ണിന് പഞ്ഞമൊന്നുമില്ല. ഒരു കള്ളച്ചിരിയോടെ ഉണ്ണിമായ അങ്ങനെ പറയുമ്പോൾ ആശ്ചര്യത്തോടെ കവിത നോക്കി നിന്നുപോയി. അവളുടെ അതുപോലൊരു ചിരി കണ്ടിട്ട് നാളേറെ ആയെന്ന് കവിത ഓർത്തു. ഉണ്ണിമായ സ്കൂൾ കോമ്പൗണ്ടിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞു. അന്തരീക്ഷം ശാന്തമായിരുന്നു. ഭരതൻ തനിച്ചുണ്ടാകുന്ന സമയം ഇതാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണിമായ കുട്ടികൾ പോയ നേരം നോക്കി വന്നത്. സ്കൂളിൻ്റെ വരാന്തയിലേക്ക് കയറുമ്പോഴേ കണ്ടു ഭരതൻ സ്റ്റാഫ് റൂമിൽ നിന്നും മറ്റു രണ്ട് അധ്യാപകരുടെ കൂടെ ഇറങ്ങി വരുന്നത്. അതോടെ അവൾ പിറകിലെ തൂണിൻ്റെ മറവിലേക്ക് നിന്നു. കാണണമെന്ന ആവശ്യത്തോടെ അവിടെ വരെ വന്നെങ്കിലും ഭരതൻ നേർക്കുനേർ വരുമ്പോൾ അവളുടെ നെഞ്ചിന് വല്ലാത്തൊരു പകപ്പ് തോന്നി. അവൾ അവളെ കടന്ന് മുന്നോട്ട് നടന്നു പോകുന്നത് നോക്കി അവൾ നിശ്ചലമായി നിന്നു. ഭരതനെ പിന്തുടർന്നു വന്ന ഉണ്ണിമായയെ കണ്ടതും അവൻ്റെ മുഖം അത്ഭുതം കൊണ്ട് തിളങ്ങി. നിങ്ങൾ പൊയ്ക്കോളും, ഞാൻ പിന്നെ പോകുന്നുള്ളൂ, ഭരതൻ സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞു. ഉണ്ണിമായ എന്താ ഇവിടെ? അപ്പു എന്താ സ്കൂളിൽ വരാത്തതെന്ന് അന്വേഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഭരതൻ തിരക്കി. ഞാൻ യാത്ര പറയാൻ വന്നതാ. എന്ത് ചോദിക്കണമെന്നറിയാതെ പതറി നിൽക്കുന്നവൻ്റെ മിഴികൾ നോക്കി ഉണ്ണിമായ പറഞ്ഞു. തുടരും. ഉണ്ണിമായ തീർച്ചയായും ഇനി എറണാകുളത്തേക്ക് പോകുന്നു. ഇനി അവളുടെ കഥ അവിടെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വിഘ്നേഷിനെയും വെങ്കിടേഷിനെയും ഇഷ്ടപ്പെട്ടുവോ?
അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിത്തരണം പ്ലീസ്. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.